ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുമഴയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം. ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ, ഗോൾഡ് കോയിൻസ്, മൊബൈൽ ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. പട്ടാമ്പി ഭാരതപ്പുഴയത്തെ EMS പാർക്ക് തുറന്നുകൊടുത്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പിക്ക് ഉത്സവച്ചായ പകർന്നു നൽകിയാണ് പട്ടാമ്പി ഭാരതപ്പുഴയിൽ നിർമ്മിച്ച EMS പാർക്കിന്റെ ഉദ്ഘാടനം നടന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഉദ്ഘാടനത്തിനെത്തിയ വിശിഷ്ട വ്യക്തികളെ സ്വീകരിച്ചാനയിച്ചത്. മുഹമ്മദ് മോസിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആദ്യഘട്ടത്തിൽ 90 ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ 50 ലക്ഷം രൂപയും വകയിരുത്തിയാണ് പാർക്കിന്റെ നിർമ്മാണം നടത്തിയത്. പദ്ധതിയുടെ ആദ്യഘട്ട പ്രവൃത്തികളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതപ്പുഴയത്തെ EMS പാർക്ക് പട്ടാമ്പിയുടെ മുഖച്ഛായ തന്നെ മാറ്റുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സൂചിപ്പിച്ചു. വിദ്യാർത്ഥികളിലടക്കം രാസലഹരി കൊടികുത്തി വാഴുന്ന കാലത്ത് മാനസിക ആരോഗ്യവും ആഹ്ലാദവും തിരിച്ചുപിടിക്കുവാനുള്ള ഇടമായി ഇത്തരം പാർക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി ഓർമ്മപ്പെടുത്തി. ഈ പദ്ധതികൾ പൂർത്തീകരിക്കുമ്പോൾ പട്ടാമ്പിക്ക് മുഖച്ഛായ മാറുകയാണ്. ഒട്ടേറെ ആൾക്കാർക്ക് ഇവിടെ വരാനും ഇവിടെ സമയം ചെലവഴിക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും എല്ലാം സമയവും സന്തോഷപ്രദമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. നിങ്ങളെ ഇവിടെ ഇടയ്ക്ക് സൂചിപ്പിച്ചു, നമ്മുടെ മാനസിക ആരോഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇരുമൃഗങ്ങളുടെ ഒരു ഘട്ടമാണല്ലോ, അതിന് ചെറു പ്രായ വ്യത്യാസമൊന്നുമില്ല. കുറേ കൂടി ആയാസം കൂടുതലായി ഉണ്ടാകുമ്പോൾ സന്തോഷകരമായ അനുഭവങ്ങൾക്ക് വേദിയൊരുക്കാൻ എല്ലാവർക്കും ഒരു വിശ്രമ സ്ഥലം കണ്ടെത്താൻ അനുയോജ്യമായ സ്ഥലങ്ങൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. കായികക്ഷമത പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികളിൽ പോലും കാണുന്നത് സമ്പൂർണമായ കായികക്ഷമതയുടെ കുറവാണ്. 10-50 വയസ്സിന് ശേഷം കണ്ടെത്തുന്ന പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ നമ്മുടെ കുട്ടികളിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു. കുട്ടികൾക്കും സമ്പൂർണമായ കായികക്ഷമതയുടെ കുറവ് അനുഭവപ്പെടുകയാണ്. ആവശ്യമായ കളിസ്ഥലത്തിൻ്റെ അഭാവവും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്ന രീതികളിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള സംശയം. കമ്പ്യൂട്ടറുകളും IT രംഗത്തെ മാറ്റങ്ങളും വിവര സാങ്കേതിക രംഗത്തെ ഉയർന്ന ചിന്തകളുമെല്ലാം എത്രത്തോളം നല്ലതാണെന്ന് ചിന്തിക്കുന്ന പോലെ തന്നെയാണ് കായിക രംഗത്തെ പുരോഗതിക്ക് അടിസ്ഥാനമായി കളിക്കളം മാത്രമേ ബാക്കിയുള്ളൂ. പട്ടാമ്പി നഗരസഭയുടെ അമൃത് പദ്ധതിയിൽ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും ഇതോടൊപ്പം മന്ത്രി നിർവഹിച്ചു. കഴിഞ്ഞ 3 വർഷം കൊണ്ട് സംസ്ഥാനത്തെ 44 ലക്ഷം വീടുകളിലേക്കാണ് ശുദ്ധമായ കുടിവെള്ളം സർക്കാർ ലഭ്യമാക്കുന്നതെന്ന് മന്ത്രി ഓർമ്മപ്പെടുത്തി. ലോക ജനസംഖ്യയുടെ പകുതിക്കടുത്ത ജനം കുടിവെള്ളത്തിന് വേണ്ടി വിഷമിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് എല്ലാ വീട്ടിലും ശുദ്ധജലം എത്തിക്കാൻ ഈ ഗവൺമെൻറ് തീരുമാനിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളോട് സഹകരിച്ചുകൊണ്ടുള്ള ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ കേരളം എത്ര കണ്ട് മുന്നോട്ട് വന്നു. ഈ ഗവൺമെൻറ് വരുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്താ? 70,80,000 ഗ്രാമീണ കുടുംബങ്ങളുള്ള ഏകദേശം 71 ലക്ഷത്തോളം ഗ്രാമീണ ഭവനങ്ങളുള്ള കേരളത്തിൽ 17 ലക്ഷം കുടുംബങ്ങളിൽ മാത്രമാണ് നമുക്ക് കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞത് 10 വർഷക്കാലം കൊണ്ട്. എന്നാൽ കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് 17 ലക്ഷം എന്നുള്ള സ്ഥാനത്ത് ഇന്ന് കേരളത്തിൽ 44 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. വികസന രംഗത്ത് അടിസ്ഥാനപരമായി എത്ര വലിയ നേട്ടമാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും നല്ല കുടിവെള്ളം വീട്ടിൽ ലഭ്യമായാൽ ഇന്ന് ആ ഗ്രൗണ്ട് വാട്ടർ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് മനുഷ്യ വിസർജന ഘടകമുള്ളതായിട്ടാണ്. ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്നു. അതെല്ലാം മാറ്റി ട്രീറ്റ് ചെയ്ത് പ്ലാന്റിൽ ഓവർഹെഡ് ടാങ്കിൽ എത്തിച്ച് മെയിൻ പമ്പ് ലൈനിലൂടെ വന്ന് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ കൊടുത്ത് ടാപ്പ് തുറന്ന വെള്ളം വീട്ടിലെത്തുന്ന സ്ഥിതിക്ക് തുടക്കം കുറിച്ചു എന്നുള്ളതാണ് കാണുന്നത്. 6-7 മാസം കഴിയുമ്പോൾ ബാക്കിയുള്ള വീടുകളിൽ വെള്ളം എത്തും. ഈ പദ്ധതിയൊക്കെ പൂർത്തിയാക്കാൻ ആവശ്യമായ തുക നൽകി. കേരളത്തിൽ പണി പുരോഗമിക്കുന്നു. ചടങ്ങിൽ മുഹമ്മദ് മോസിൻ MLA അധ്യക്ഷനായിരുന്നു. പട്ടാമ്പിയുടെ ആദ്യ MLAയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന
EP ഗോപാലിന്റെ പേരിലും താമസിയാതെ പട്ടാമ്പിൽ ഒരു സ്മാരകം യാഥാർത്ഥ്യമാകുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മുഹമ്മദ് മോഹസിൻ MLA സൂചിപ്പിച്ചു. കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിക്കായി സ്ഥലം സൗജന്യമായി നൽകിയ മുണ്ടത്ത് ഫാത്തിമ, കളത്തിൽ റസിയ എന്നിവർക്കും EMS പാർക്കിലേക്ക് അലങ്കാര ചെടികളും വൃക്ഷത്തൈകളും നൽകിയ വേളേരിമഠം മുരളീധരനെയും ചടങ്ങിൽ അനുമോദിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡോക്ടർ PS കോശി, KR നാരായണസ്വാമി, രാജൻ, സുരേഷ്, NP വിനയകുമാർ, P വിജയകുമാർ, വാട്ടർ അതോറിറ്റി ഉത്തരമേഖലാ ചീഫ് എഞ്ചിനീയർ PS പ്രദീപ്, ചെറുകിട ജലസേചന വകുപ്പ് പാലക്കാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ബിജു, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.